ഇനി നമ്മൾ പറയാൻ പോണത് നമ്മളൊരു പ്രോഗ്രാം ഉണ്ടാക്കിയത് എന്തിനായിരുന്നു? കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇൻസ്ട്രക്ഷൻസ് ഉദ്ദേശിക്കുന്നത് എന്തിനാ? ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? നമുക്ക് നമ്മുടെ കുറേ പണികൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സിമ്പിൾസിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു ഓപ്പറേഷൻസ് രണ്ട് വാല്യൂസ് തമ്മിലാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് വാല്യൂസ് നമ്മൾ വിളിക്കുക ഓപ്പറൻസ് എന്നാണ്. ഓപ്പറൻസ്, അതിൽ യൂസ് ചെയ്യുന്ന സിമ്പൽ ഓപ്പറേറ്റർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം. ഇനി നമ്മുടെ പൈത്തണിൽ നമുക്ക് ഒരുപാട് ഓപ്പറേറ്റേഴ്സുകൾ ഉണ്ട്. ഓക്കെ, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്, ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. പേരുകളൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് പേടിയാവും, പക്ഷേ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പേര് തന്നെ പറയാം. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അരിത്തമെറ്റിക് കാൽക്കുലേഷൻ, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, നിങ്ങൾ മാത്സിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും ഉണ്ട്. അസൈൻമെന്റ് ഓപ്പറേറ്റർ നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല, കാരണം മാത്സ് നമ്മളെല്ലാം ചെയ്തത് x = 5 y = 10 എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ വാല്യൂസ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാല്യൂസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പ് എന്താ? ആസ് എ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ്, ലൈക്ക് ദാറ്റ്. രണ്ട് വാല്യൂസ് തമ്മിലോ രണ്ടോ മൂന്നോ നാലോ വാല്യൂസ് തമ്മിൽ റിലേഷൻഷിപ്പ് നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾസുകളാണ് റിലേഷൻ ഓപ്പറേറ്റർ. അതായത് മാത്സ് നിങ്ങൾ പഠിച്ച ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, അങ്ങനെ കുറച്ച് കൊണ്ട് കാണിച്ചു തരാം. അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. ലോജിക്കൽ എങ്ങനെയാ വെച്ചാൽ അതിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആൻഡ്, ഓർ, നോട്ടാണ്. ഞാൻ പറയാണ് ബ്രെഡ് ആൻഡ് ജാം എന്ന് പറയാണ്. ബ്രെഡ് ആൻഡ് ജാം എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താ? രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. ബ്രെഡ് ഓർ ജാം എന്നല്ല പറയുന്നത്, നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക ബ്രെഡ് ആൻഡ് ജാം അല്ലേ? അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ആ കോമ്പിനേഷനെയാണ്. അത് രണ്ടും കൂടിയിട്ടാണ്. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് മൂന്ന് രീതിക്ക് വർക്ക് ചെയ്യും. ഒന്ന്, രണ്ടെണ്ണം തമ്മിലുള്ള ഡിപ്പെൻഡൻസി നോക്കുകയാണ്. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു വേറെ ലെവലാണ്. ലോജിക്കലി ഹൗ ദേ ആർ റിലേറ്റഡ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ആൻഡ് എങ്ങനെ വർക്ക് ചെയ്യുക? രണ്ട് കേസുകളും കറക്റ്റ് ആയാൽ മാത്രമാണ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓറിന്റെ വേർഡ്സിനെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക. നമുക്ക് അത്ര വലിയ രണ്ടും അത്ര ആവശ്യമില്ല, ഇതിൽ ഒന്ന് മതി എന്നുള്ള കോൺസെപ്റ്റിലായിരിക്കും നമ്മൾ ഓർ യൂസ് ചെയ്യാറ്. ഇപ്പോൾ ബ്ലാക്ക് ഓർ വൈറ്റ്, ചൂസ് ബ്ലാക്ക് ഓർ വൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഏതെങ്കിലും ഒന്നേ നമ്മൾ ചൂസ് ചെയ്യില്ല, രണ്ട് ചൂസ് ചെയ്യുന്നില്ല. പക്ഷെ ആനിന്റെ കേസിൽ അങ്ങനെയല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന സമയത്ത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഓർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് മതി എന്നുള്ള കോൺസെപ്റ്റാണ്. ഇതിൽ ഒന്ന് കറക്റ്റ് ആയാൽ മതി, നമ്മുടെ പ്രോസസ്സ് സ്മൂത്ത് ആയിട്ട് വർക്കാവും. നോട്ട് എന്ന് പറയുമ്പോൾ അത് നേരെ എങ്ങനെയാ വെച്ചാൽ എൻ്റെ കയ്യിലുള്ള വാല്യൂവിന്റെ ഓപ്പോസിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ട്രൂ വാല്യൂ ഉണ്ട്, കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടെങ്കിൽ നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ അത് ഫാൾസ് ആയി മാറും. ഇനി നോട്ട് ഫാൾസ് എന്ന് പറഞ്ഞാൽ അതൊരു ട്രൂ ആയിട്ട് മാറും. ഈ കോൺസെപ്റ്റ് ആണ് ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം അതിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതാണ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ഐഡന്റിറ്റി പേര് തന്നെ അറിയാം. ഞാനാണോ നീ എന്ന് ചോദിക്കുന്ന പോലെ, ഞാനാണോ ഞാൻ എന്ന് ചോദിക്കുന്ന പോലെ ഐഡന്റിറ്റി ഓപ്പറേറ്റർ ചെക്ക് ചെയ്യാണ്. അതായത് ഇതാണോ അത് എന്ന് പറയുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത് ഐഡന്റിറ്റി ഓപ്പറേറ്റർ. ബിറ്റ് വൈസ് എന്ന് പറയുമ്പോൾ ബിറ്റ് വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ്, ബിറ്റ് പറഞ്ഞാൽ മറ്റു ബിറ്റല്ല, 0 1 എന്നുള്ള കോൺസെപ്റ്റ് വെച്ച് ബിറ്റ് വെച്ചിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ കുറച്ച് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ കാണിക്കാൻ സ്ലാഷ് ഉണ്ട്, പെർസെൻറ്റേജ് കാണിക്കാൻ റിമൈൻഡർ കാണിക്കാൻ പെർസെൻറ്റേജ് ഉണ്ട്, ഫ്ലോ ഡിവിഷന് സ്ലാഷ് ഉണ്ട്, എക്സ്പൊണൻഷ്യൽ കാണിക്കാൻ സ്റ്റാർസ് ഉണ്ട്. ഇത് കാണിച്ചു തരാം കേട്ടോ. അടുത്തത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ചെയ്യാൻ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിലും കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അസൈൻമെന്റ് ഓപ്പറേറ്റർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം അതിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനാണ്. ഐഡന്റിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇതാണോ അത്, അതും പറയുന്ന പോലെയാണ്. ലോജിക്കൽ ഞാൻ പറഞ്ഞത് ബോത്ത് കണ്ടീഷൻസ് ട്രൂ ആയാൽ മാത്രമാണ് ആ ഒരു ആൻസർ ട്രൂ ആയിട്ട് വരുള്ളൂ. ഓറിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ കറക്റ്റ് ആയാൽ മതി. നോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ചിത്രം കാണിക്കുമ്പോൾ പറയാം, രണ്ട് കാര്യങ്ങളും ട്രൂ ആവുന്ന കേസിൽ മാത്രമാണ് ഇത് ട്രൂ ആവുന്നത്. പക്ഷെ ഓറിൽ അങ്ങനെയല്ല, ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ റിസൾട്ട് ട്രൂ ആവും. ഇനി നോട്ടിലാണെങ്കിലോ ട്രൂ കിട്ടിയ ഫോൾസ് ആവും, ഫോൾസ് കിട്ടിയ ട്രൂ ആവും. ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ബിറ്റ് വൈസ് എന്ന് പറയുന്ന സമയത്തും ഓറിന്റെ ആനിന്റെ കോമ്പിനേഷൻ ആണ്. അതായത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എക്സോർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. എക്സോർ എന്നുള്ള കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, രണ്ട് ആൻസറും ഡിഫറെൻ്റ് ആണെങ്കിലാണ് ട്രൂ വരിക. സെയിം ആണെങ്കിലോ ഫോൾസ് ആയിട്ടാണ് വരും. ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഇതും ഫോൾസ് ഇതും ഫോൾസ്, പക്ഷെ കിട്ടുന്നത് എനിക്ക് ഫോൾസ് ആയിട്ടാണ്. ഫോൾസും ട്രൂ, ഒന്ന് ഡിഫറെൻറ്റ്, ഒന്ന് ഫോൾസ് ഒന്ന് ട്രൂ, രണ്ടും ഡിഫറെൻറ്റ് ആകുമ്പോൾ ആൻസർ ട്രൂ ആവും. സെയിം ആണെങ്കിൽ ഫോൾസ് ആവും. ഇങ്ങനെ വർക്ക് ആവുന്നതാണ് എക്സോർ ഓപ്പറേറ്റർ. ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിറ്റ്സ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യണതാണ്. അത്
ജസ്റ്റ് ഒന്ന് നോക്കുക. ഞാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇതിന്റെ റണ്ണിങ് ആയിട്ട് കാണിച്ചു തരാം. സോ ഇതാണ് ഓപ്പറേറ്റേഴ്സിന്റെ കുറച്ച് കോൺസെപ്റ്റ്സുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് ആണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഉണ്ട്, അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്, റിലേഷണൽ ഓപ്പറേറ്റർ ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റർ ഉണ്ട്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ഉണ്ട്, ഐഡന്റിറ്റി ഓപ്പറേറ്റർ ഉണ്ട്, ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ഉണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. അതിനെ നമുക്ക് എങ്ങനെയാണ് പ്രോഗ്രാമിൽ അത് വരുന്നത് എന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അത് അടുത്ത വീഡിയോയിൽ വരും. ഓക്കെ, താങ്ക് യു.